കുറച്ചധികം ദിവസങ്ങളായി ഒരു ചിരി റിയാലിറ്റി ഷോയിൽ നിന്ന് വൈറലായ 2 പേരുടെ പേരുണ്ട്. ജ്യോതിക എന്ന പേരാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. ഇന്നത്തെ കാലത്ത് കിട്ടാൻ പ്രയാസമുള്ളൊരു പെൺകുട്ടി എന്ന് വേണം പറയാൻ. ഇങ്ങനൊരു പെൺകുട്ടിയെ ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നാണ് എല്ലാവരും എടുത്തു പറയുന്നത്. പറഞ്ഞു വന്നത് ജ്യോതികയെക്കുറിച്ചും ജ്യോതികയുടെ പ്രണയത്തെക്കുറിച്ചും. ഇപ്പോൾ എനിക്കവനില്ലാതെ പറ്റില്ല, അവൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞാലേ ഉള്ളൂ, ഞാൻ അവനെ വിട്ടു പോകില്ല സാറേ എന്ന് വേദിയിൽ നിന്ന് പറയുന്ന ഒരു സുന്ദരിക്കുട്ടി, അതാണ് ജ്യോതിക. 2 ദിവസമായി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ജ്യോതികയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. പരിശുദ്ധ പ്രണയത്തിന്റെ പ്രതീകമെന്നാണ് ജ്യോതികയും അവളെ സ്വന്തമാക്കിയ യദുവിനെയും ആരാധകർ വിശേഷിപ്പിക്കുന്നത്. ഒന്നിലധികം തവണ ഇവരുടെ വീഡിയോകൾ കണ്ടവർ ഒരുപാട് പേരാണ്. ഇത്രമാത്രം പ്രണയമായിരുന്നല്ലോ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതെന്നും ഇത്ര നല്ല പ്രണയങ്ങളുള്ള ഒരു ജീവിതം നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നല്ലോ എന്ന് പ്രേക്ഷകർ കണ്ട് അന്താളിക്കുകയാണ്. യദുവിനെ ആരാധകർ വിശേഷിപ്പിക്കുന്നതും ജ്യോതികയെ കാണുന്നതുമൊക്കെ എല്ലാവരും വലിയ രീതിയിലാണ്. യദുവും ജ്യോതികയും പ്രണയം തുടങ്ങിയിട്ട് 7 വർഷമായി. സ്കൂൾ കാലഘട്ടം മുതൽക്കേ പരസ്പരം അറിയുന്നവരാണ്. പിന്നീട് പ്രണയമായി മാറി. ഇവരുടെ ബന്ധം പറഞ്ഞപ്പോൾ വീട്ടുകാർ ആദ്യം എതിർത്തു. ജ്യോതികയുടെ വീട്ടുകാർക്ക് വലിയ എതിർപ്പായിരുന്നു യദുവിനെ. ഈ അടുത്തിടെ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ നട്ടലിന് യദുവിന് ക്ഷതമേറ്റു. അത് സഹിക്കാനാകാതെ നിൽക്കുന്ന ജ്യോതികയെ നമുക്ക് വേദിയിൽ കാണാൻ സാധിക്കും. അത് പറയുമ്പോൾ പോലും ജ്യോതികയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രണയമായി മാറിയ വീട്ടുകാർക്കും ഇപ്പോൾ യദുവിനെ ഇഷ്ടമായി മാറി. തൻ്റെ പ്രണയത്തിൽ നിന്നും ജ്യോതിക പിന്മാറിയില്ല. നെഞ്ചിന് താഴെ തളർന്നുപോയ യദുവിന്റെ പുഞ്ചിരിയും സ്നേഹവും മാത്രമായിരുന്നു ജ്യോതികയുടെ മനസ്സിൽ. വിദേശത്തുള്ള ജ്യോതികയുടെ ചേട്ടൻ വന്നാൽ ഇവരുടെ വിവാഹ നിശ്ചയം ഉടനെ നടത്താമെന്നാണ് കുടുംബത്തിന്റെ തീരുമാനം പോലും ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വിട്ടുപോയാലേ ഉള്ളൂ, അല്ലാതെ വേർപിരിയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ജ്യോതിക കണ്ണു നിറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. എനിക്കവന് അത്ര ജീവനാണ്. യദുവിന്റെയും ജ്യോതികയുടെയും സ്നേഹത്തിന് മുന്നിൽ കണ്ണു നിറഞ്ഞുപോയ വൈകാരിക നിമിഷമാണെന്നാണ് പറയുന്നത്. പരസ്പരം ഒരിക്കൽ പോലും പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിലും ഓരോ നിമിഷവും പ്രണയത്തിലാണ് ഞങ്ങളെന്നാണ് ഇരുവരും പറയുന്നത്. ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടുപേരും പ്രണയിക്കുന്നു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ ഏതൊരവസ്ഥയിൽ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഞങ്ങൾ പ്രണയിക്കുന്നു എന്ന്. അമ്മയെ ജോലി സ്ഥലത്താക്കാൻ പോകുന്നതിനിടയിലായിരുന്നു യദുവിന് അപകടം സംഭവിക്കുന്നത്. യദു സഞ്ചരിച്ച ബൈക്കും പ്രൈവറ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാവുകയായിരുന്നു. അമ്മയ്ക്ക് കാലിന് പരിക്കേറ്റിരുന്നു. എന്നാൽ യദുവിന് സ്പൈനൽ കോഡിലായിരുന്നു ഇഞ്ചുറിയും. ജ്യോതിക BSc കഴിഞ്ഞ ശേഷം MSc ചെയ്യാൻ തുടങ്ങുന്നു. BJP നേതാവ് സന്ദീപ് വചസ്പതി പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം കൂടി ഇടയ്ക്ക് വൈറലായിരുന്നു. പ്രണയത്തിന്റെ രാമസേതു എന്നാണ് ഇതിനെ വിളിച്ചത്. ബാങ്ക് ബാലൻസും ജോലിയും ജിഹാദും ഒക്കെ പ്രണയത്തിന്റെ പവിത്രത നഷ്ടമാക്കുന്ന കാലത്ത് പുതിയ തലമുറ യൂസ് ആൻഡ് ത്രോ നയത്തിന്റെ വക്താക്കളാണെന്ന ആക്ഷേപത്തിനിടയിൽ ചെങ്ങന്നൂർ തിരുവനന്തപുരത്ത് നിന്നൊരു അനശ്വര പ്രണയകഥ. വാഹനാപകടത്തിൽ നെഞ്ചിനു താഴെ തളർന്ന യദുവിനെ കൈവിടാൻ തയ്യാറാകാത്ത ജ്യോതികയും യദുവിന്റെ ജീവിത പങ്കാളിയായി മാറി. യദുവിന്റെ ജീവിതത്തിൽ ഇരുട്ട് വീണപ്പോൾ ജ്യോതി തെളിയിച്ചവളാണ് ജ്യോതിക. ഒരിക്കലും കൈവിടരുത് യദു എന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.